ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൺചട്ടികളൊക്കെ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കുക എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്ന ഈ ചട്ടി നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒരു ഹാൻഡിലൊക്കെ ഉള്ള പോലത്തെ ഒരു ചട്ടികളാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചട്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു മൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ വേറൊരു അപ്പച്ചട്ടിയും കൂടി ഉണ്ട്, ഇതിനും ഹാൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട്, ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ചട്ടികളൊക്കെ സാധാരണ മയക്കിയെടുക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് 2-3 ദിവസം കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് മൺചട്ടികൾ മയക്കിയെടുക്കാറുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നല്ല തിളച്ച കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. ആ കഞ്ഞിവെള്ളം നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടുള്ളതാണ്, നല്ല തിളച്ച കഞ്ഞിവെള്ളം തന്നെയായിരുന്നു. അത് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, നമ്മുടെ ഗ്യാസിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, അടുപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ പിന്നെ ഇതിനകത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചട്ടികളുടെ മുകൾ ഭാഗത്തേക്കൊന്നും ഈ വെള്ളം എത്തുകയില്ലല്ലോ. അത് കാരണം ഞാൻ അവിടേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട, ഒരു 10 മിനിറ്റ് അത്രയൊക്കെ തിളപ്പിച്ചാൽ മതിയാവും. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അത് കഞ്ഞിവെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഈ ചട്ടിയിൽ കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടാവില്ല, അതിനകത്തേക്കൊക്കെ ഈ കഞ്ഞിവെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട്, ഇപ്പൊ തന്നെ ചട്ടി നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഒരു ടവൽ വെച്ച് ഇത് ഒന്ന് ഉണക്കിയെടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. ഞാനിപ്പോൾ ഇവിടെ ടവൽ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് ഉണക്കിയെടുക്കുകയാണ്. നമ്മൾ ഈ ചട്ടിയിലേക്ക് നമ്മുടെ കയ്യിലുള്ള 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് 2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്, അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചട്ടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം, നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ ചട്ടിയുടെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആകുന്ന വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് നേരം നമുക്ക് ഈ എണ്ണയിൽ ഇതിന്നിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമായാലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടിയുടെ എല്ലാ സ്ഥലത്തും ഒന്ന്, മാക്സിമം എല്ലാ സ്ഥലത്തും ആകുന്ന വിധം ഇതൊന്ന് സ്പ്രെഡ് ചെയ്യണം. പിന്നെ ബാക്കി കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഒന്ന് ആവുന്നതിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഇവിടെ ഒന്നൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ നമ്മുടെ വെള്ളം പകുതി ആയിട്ടുണ്ട്. അത് ഈ ചട്ടി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഒരിക്കലും ഇത് ആദ്യം തന്നെ ചട്ടികളൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഉപ്പ് ഉപയോഗിച്ച് കഴുകാം നമുക്ക്. അല്ലെങ്കിൽ പിന്നെ കടലമാവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴുകാം. പിന്നെന്താ, വിറകടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ ചാരമൊക്കെ ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ച് നമുക്ക് ഈ മൺചട്ടികളൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് കഴുകിയെടുക്കുകയാണ്.
ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ചട്ടിയെ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇവിടെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അകത്തും പുറത്തും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. രണ്ട് ചട്ടിയിൽ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഹാൻഡിലൊക്കെ ഉള്ള കാരണം ഈ ചട്ടി നല്ലൊരു യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ചട്ടിയുടെയും പുറത്തും ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ആവശ്യമുണ്ടാവും. പിന്നെ നമ്മളിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഈ ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് മറിച്ച് അതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. സൈഡും എല്ലാ സ്ഥലവും നല്ലപോലെ ഒന്ന് ചൂടാക്കി ഇനി അടുത്ത ചട്ടി നമ്മൾ ഇതേപോലെ ചൂടാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടികളൊക്കെ പൊട്ടിപ്പോവുകയില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് നാൾ പൊട്ടിപ്പോകാതെ ഇരിക്കും എന്നാണ് പറയുന്നത്. താഴെ ചാടി പൊട്ടിപ്പോവുമായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചട്ടി മയക്കണ പരിപാടി റെഡി ആയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയൊക്കെ മയക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്ക് പാൻ പോലെ ആയോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചട്ടിയിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും വിതറി കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. കാരണം നമ്മൾ മുട്ട അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ലപോലെ വിട്ടു പോരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പോലെ ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു മുട്ടയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു നോക്കിയാണ്. ഇതിൽ നമ്മൾ ഈ ചട്ടി കുറച്ച് എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ എണ്ണ കുടിക്കുന്നത്, അതൊന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത മുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ അതിനകത്തുനിന്ന് വിട്ടു വരുന്നുണ്ട്, ഒട്ടും അടി പിടിച്ചിട്ടില്ല. ചട്ടി മയക്കി അന്ന് തന്നെയാണ് ഇത് ചെയ്ത് നോക്കിയത്. പിന്നെ ഞാനൊന്ന് ദോശ ചുട്ടു വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ദോശമാവ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കലക്കിയെടുക്കുന്ന അപ്പത്തിൻ്റെ മാവില്ലേ, അരിപ്പൊടിയും തേങ്ങയും വെച്ച് കലക്കിയെടുത്ത് അപ്പത്തിൻ്റെ മാവ് വെച്ചൊന്ന് അപ്പം ചുട്ടു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അപ്പം നമുക്ക് ഇതിനകത്ത് നല്ലപോലെ വിട്ടു പോരുന്നുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ചട്ടി മയക്കുന്ന പരിപാടി നമുക്ക് ഒരുപാട് ദിവസമൊന്നും എടുത്ത് ചട്ടി മയക്കേണ്ട, ആകെ ഒരു ദിവസം മാത്രം മതി. ഇത് ഞാൻ ചെയ്തതാണ്, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായി, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.